അപ്പൊ ഇന്ന് നമുക്ക് പുതിയ ആൾക്കാരെ ചെലവ് ടോസ് ഇടാൻ പോവാണ്. ടോസ് വീഴുന്ന ആൾക്കാർ ചെലവ് ചെയ്യും. ഉച്ചക്ക് ഫുഡ്. അപ്പൊ നമ്മൾ സാജു അവറുകൾ ടോസ് ഇടാം. ആരെടുക്കുന്നത്? ടോസ്. പൈസ ഇല്ലാത്ത അവസ്ഥ. ആരാ വരൂ ഉറപ്പാ. ഒരാൾ അതില്ല അത് ഷെയർ എന്താ പറയാനുള്ള കാവ്യ? എന്ന് പറഞ്ഞേ എനിക്ക് അഡ്വാൻസ് അപ്പൊ ചോറ് വേണ്ട, ചോറ് പൈസ ഇല്ലാതെ പ്രശ്നമില്ല. നമ്മള് ഫണ്ട് നമ്മളെ സ്റ്റേഡിയത്തിൽ നിന്ന് എടുത്തോളൂ. ഇത് അക്കൗണ്ടന്റ് കാവ്യ എന്ന പേര്. ഫുഡ് എടുത്തപ്പോ പറഞ്ഞു അവരോട് ഫുഡ് എടുക്കണ്ട. നാളെ ലീവാ. കമ്മിറ്റി തീരുമാനിച്ചു. 3 ദിവസത്തിന് കിട്ടിട്ടോ. 3 ദിവസം സമയം കിട്ടി. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ നമ്മള് കാവ്യന്റെ ചെലവ് കിട്ടാൻ പോവാണ്. നമ്മള് എവിടത്തേക്ക് കാവ്യ പോകുന്നത് പറയും? ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കാവ്യ പറയുന്നത്. പക്ഷെ നമ്മളെന്തായാലും ബഡ്ജറ്റ് ഹൈലി ആയിട്ടുള്ള സ്ഥലങ്ങളെ പിടിക്കുള്ളൂ. കാരണം ചെലവ് എന്ന് പറഞ്ഞാൽ ആകെ ഒറ്റ സമയത്ത് കിട്ടുള്ളൂ. കിട്ടുന്ന സമയത്ത് എന്താ മാക്സിമം പേ ചെയ്യും. അതാണ് നമ്മളെ പോളിസി അല്ലേ? സാജു എന്നാ പറയാനുള്ളത്? എന്താ സാജു അങ്ങനെ പറയല്ലേ? ഇന്നലെ വീഡിയോ എടുത്തിന് സാജുന് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആരോ ഡിപ്രഷനാ. അതിന്റെ ഒരു മുഖമുണ്ടോ ഭാവമുണ്ടോ? അതുപോലെ തന്നെ നെസിലും ഇന്ന് കമന്റ് സെക്ഷൻ മൊത്തം നെസിലാണ് കൊണ്ടുപോകുന്നത്. നെസിലിന്റെ ഫാൻസ് ആണ് അധികം. അതെ, നമ്മക്കിന്റെ ഫാൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ ഇങ്ങനെ പോകുന്നു. അതത്രേ ഉള്ളൂ. പക്ഷെ കാവ്യന്ന് തീർന്ന്. പിന്നെ റിയാസ് റോഷി ഉണ്ട്, ടോഡി ഉണ്ട്. അപ്പം ബാക്കി നമുക്ക് രണ്ടൊരാളാണ്. പക്ഷെ നമ്മളങ്ങനെയാണല്ലോ വിളിക്കുക. നമ്മൾ സ്നേഹം കൊണ്ട് വിളിക്കുന്ന പേരാണത്. ഓക്കെ, ാണ് കാവ്യന്റെ ചെലവ്. കാവ്യക്ക് എന്തൊരു സന്തോഷം നോക്കിയാൽ കാവ്യന്റെ സന്തോഷം. ഇതിപ്പോ നമ്മള് സ്റ്റാർട്ടർ ആയിട്ട് മാത്രം നമ്മൾ ഓർഡർ ചെയ്തേക്കുള്ളൂ. സ്റ്റാർട്ടർ ആയിട്ട് നമ്മൾ എന്തൊക്കെ ഓർഡർ ചെയ്തത്? പിന്നെ ഒരു ഫുൾ മധുവത്തും പിന്നെ 4 പീസ് ബ്രോസ്റ്റ്. അതാണ് നമ്മൾ സ്റ്റാർട്ടർ. 5 പീസ് ഒരു പീസ് ഉണ്ട് കേട്ടോ. അതാണ് പരിഗണിക്കട്ടെ വീട്ടില്. അപ്പൊ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മള് ഡെസേർട്ടിലായിട്ട് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? ജയ്ത്തൂണിലാണ് നമ്മൾ ഡെസേർട്ട്. മൺഡേ കണ്ട പരിപാടിക്ക് അങ്ങനെ തന്നെ വരിക. ഡെസേർട്ട് ഒരു സൈഡിലും സ്റ്റാർട്ടർ വേറെ സൈഡിലും മെയിൻ കോഴ്സ് വേറെ 3 ഹോട്ടലിൽ ചെയ്ത പരിപാടി. ശരിക്കും പറയാം, ആ വീഡിയോ ഇല്ലേ നിങ്ങൾ എടുക്കണം. ഓരോ എക്സ്പ്രഷൻ കാണില്ല. അപ്പൊ ഗൈസ് ഫുഡിന് വെയിറ്റ് ചെയ്യാണ്. 10-15 മിനിറ്റ് എടുക്കും. കാവ്യക്ക് ആ ടൈം വരെ ടെൻഷൻ അടിക്കാൻ സമയമുണ്ട്. ടെൻഷൻ ഇല്ലല്ലോ. ഒന്നുകൂടെ എടുക്കട്ടോ.
ഓൾറെഡി ഫുഡ് എത്തി, പിന്നെ നല്ല വിശപ്പായുണ്ട്, എല്ലാവരും വേഗം കഴിക്കാൻ തുടങ്ങി. അതുകൊണ്ട് രണ്ടാമത് വന്ന സാധനം 8 പ്ലേറ്റ് കാണിച്ചു, അത്രേ ഉള്ളൂ കേട്ടോ. ഫ്രഞ്ച് ഫ്രൈസ്. അപ്പോൾ ഗൈസ്, അപ്പോൾ കാവ്യൻ്റെ ചിലവ് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ഇനി ഡെസേർട്ട് ബാക്കിയുണ്ട്. ഡെസേർട്ട് ബാക്കിയുണ്ട്. അപ്പോൾ മോസോൺ നിന്നാണ്, നല്ല ഫുഡായിരുന്നു. കാവ്യൻ്റെ ചിലവാണ്ടെന്ന് അറിയില്ല. വേറെ ആരെങ്കിലും മായി തരുമ്പോൾ നമുക്ക് ഫുഡിന് കുറച്ച് ടേസ്റ്റ് കൂടുമല്ലോ. അതെ. ഓക്കെ, അപ്പം ഇനിയിപ്പോൾ അടുത്ത ചിലവ് അങ്ങനെ തിങ്കളാഴ്ച. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് ഗൈസ്. അപ്പൊ ഇന്നത്തെ പരിപാടി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ നേരെ നമ്മൾ ഓഫീസിലേക്ക് പോവാണ്. കാവ്യന്റെ സന്തോഷം കണ്ടില്ലേ? കാവ്യന്റെ സന്തോഷമാണ് ഞങ്ങളെ സന്തോഷം അല്ലേ? പാവം, ഇടക്കിടക്ക് വയറിറക്കണ്ടേ. അപ്പോൾ ശരി, ഓക്കെ, ബൈ.